Aparna, Jinsi, good morning. Shivapriya, good morning. Vinisha, good morning. Aishwarya, Nisha, good morning. Sonia, good morning. Adira, Anju, Saima, good morning. Okay. Raya, good morning. Renu Jacob, Liji, Abhilash, good morning. Shusha, Anna K. Joseph, good morning. Then, good morning to all. Okay. Let us start. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ നിൽക്കട്ടെ, അതിന്റെ ബാലൻസ് നമുക്ക് നോക്കാം. യെസ്, അതുകൂടാതെ നമ്മൾ ഒരു ദിവസം ഐ ഹാവ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കി. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഐ ഹാവ് ലോങ് ഹെയർ, ഐ ഹാവ് ബ്യൂട്ടിഫുൾ മൈൻഡ്, ഐ ഹാവ് ഇനഫ് പേഷ്യൻസ്, ഐ ഹാവ് കറേജ്, I have the confidence to face the challenges in my life. അങ്ങനെ എനിക്ക് എന്തുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഐ ഹാവ് കുറിച്ച് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും ഐ ഹാവ് എന്നുള്ളതിന്റെ നെഗറ്റീവ് ഐ ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കില്ല. യെസ്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം I don't have a big house. എനിക്ക് വലിയൊരു വീടില്ല. I don't have an expensive car. എനിക്ക് എന്തില്ല? വില കൂടിയ ഒരു കാറില്ല. I don't have enough money. എന്റെ കയ്യിൽ എന്തില്ല? ധാരാളം പണമില്ല. യെസ്, അപ്പൊ അങ്ങനെ നമുക്ക് ഇല്ലാത്ത കുറെ ഐറ്റംസ് ഇല്ല. യെസ്, അപ്പോ ഒരുപക്ഷെ നമുക്ക് നീളമുള്ള മുടിയില്ല. അപ്പൊ അത് നമുക്ക് പറയാം ഐ ഡോണ്ട് ഹാവ് ലോങ് ഹെയർ. യെസ്, അപ്പൊ ഞാൻ ഇങ്ങനെ നമുക്ക് ഇല്ല എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള സംഗതികൾ, നെഗറ്റീവായ സംഗതി. ഐ ഹാവ് എന്നുള്ളതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഐ ഡോണ്ട് ഹാവ്. എന്ത് വേണമെങ്കിൽ പറയാം. ഐ ഡോണ്ട് ഹാവ് എ ലവ്ലി മദർ-ഇൻ-ലോ, ഫാദർ-ഇൻ-ലോ. യെസ്, എന്തുണ്ടെങ്കിലും നമുക്ക് പറയാം ഐ ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ്. യെസ്, അപ്പോ അപർണ, അപർണക്ക് നല്ല ഐശ്വര്യമുള്ളതാണ്. അപർണ വെച്ച് തുടങ്ങിയാല് ഒന്നും അങ്ങനെ മോശമാവാറില്ല. ഇതുവരെ അങ്ങനെ സംഭവിച്ചല്ലേ തോണിയ? കറക്റ്റ് അല്ലേ? ശത്രുത. ഞാനിപ്പോ അത് കണ്ടത് ഒന്നില്ലെങ്കില് ഓക്കെ ജിൻസി, അപർണ അല്ലെങ്കിൽ ശിവപ്രിയ, ഈ രണ്ടുപേരും വരുമ്പോ കുഴപ്പമുണ്ടാവാറില്ല. അതുകൊണ്ട് പറയുന്നതാണ്. അത് ഇപ്പോ ഈ ലാൽ ജോസ് എന്ന് പറയുന്ന സിനിമാ നടൻ, സിനിമാ സംവിധായകൻ ആദ്യമായിട്ട് ചെയ്ത ഒരു സ്വതന്ത്ര സംവിധായകനായതിനു ശേഷം ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമയാണ് ഒരു മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമ. യെസ്, ആ മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമയില് ഫസ്റ്റ് ഡയലോഗ് പറയുന്ന ഒരു കഥാപാത്രം, ഫസ്റ്റ് ഡയലോഗ് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്. അപ്പോ പിന്നെ ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന എല്ലാ സിനിമകളിലും ഒരു ചെറിയൊരു വേഷത്തില് ഈ ആളുണ്ട്. യെസ്, എല്ലാ സിനിമയിലും ഉണ്ട് അദ്ദേഹം. അപ്പൊ ഞാൻ പിന്നീട് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ലാൽ ജോസിന്റെ ഒരു പുതിയൊരു സിനിമ വരുന്നുണ്ട്, അപ്പൊ എനിക്കതിനകത്ത് ചെറിയൊരു വേഷം ഉണ്ടാവുന്ന പുള്ളി എന്നോട് പറയണേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് അതൊക്കെ സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ആദ്യത്തെ സിനിമയിലെ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞത് ഞാനാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ ഒരു വിശ്വാസം ഞാൻ പുള്ളിയുടെ ഒരു ആശയാണെന്നാണ്.
അപ്പൊ അതുകൊണ്ട് പുള്ളി എനിക്ക് എപ്പോഴും ഒരു ചാൻസ് തരും ആ സിനിമയിൽ. എന്ന് പറഞ്ഞ പോലെ HA-26 രാശികൾ കുറച്ച് പേരുണ്ടാവില്ല. യെസ്, അപ്പൊ അതിൽ പെട്ടതാണ് ആര് അപർണ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർക്ക് രാശി തന്നിട്ട എല്ലാവരും കഴിവുള്ളതാണ്. യെസ്, അപർണ പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അറിയാൻ പാടില്ലെങ്കിലും നെഗറ്റീവ് പറയൂല, ഓക്കെ തന്നെ വേണ്ട. യെസ്, ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് അവർ വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ പെട്ടെന്ന് ചോദിക്കാം. ശിവപ്രിയ, യെസ്, ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഇന്റർവ്യൂ നടന്ന ജോലിക്ക് ഇന്റർവ്യൂ, അത് ഇപ്പൊ അവരൊരു ചോദ്യം ചോദിക്കും, ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്തില്ല എന്ന് വിചാരിക്കും, വാട്ട് യു വിൽ? സപ്പോസ് ദാറ്റ് വി ആർ നോട്ട് സെലക്ടിങ് യു, വാട്ട് യു വിൽ? നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ശിവപ്രിയോട് ചോദിച്ചാൽ ശിവപ്രിയ എന്ത് മറുപടി പറയും? ആ ചോദ്യം ഉണ്ടല്ല, അത് ഒരു ശിവപ്രിയ സെലക്ട് ചെയ്യില്ലെന്നല്ല, ശിവപ്രിയയുടെ ക്യാരക്ടർ അറിയാൻ വേണ്ടി അവിടെ എടുക്കുന്ന ചോദ്യങ്ങളത്. യെസ്, അപ്പോ ഒരിക്കലും ശിവപ്രിയയുടെ അവരെ ചീത്ത പറയരുത്, തരൂല്ല ജോലി. ഞാൻ എന്റെ അങ്ങനെ പറയുന്നത്, അതായത് ഒരു പ്രഷർ വരുന്ന സമയത്ത് ഹൗ യു വിൽ ബിഹേവ്, എങ്ങനെ ശിവപ്രിയക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമെന്ന് അവിടെ ടെസ്റ്റ് ചെയ്യണതാണ്. ഒരു സിവിൽ സർവീസിന്റെ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഒരു പെൺകുട്ടിയോട്. അവർ ചോദിച്ചു, ഐ തിങ്ക് ദാറ്റ് യുവർ മദർ ഈസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഒരു ചോദ്യം എന്ന് വെച്ചാൽ ചോദിച്ച ചോദ്യത്തിൽ നോക്കിയ യുവർ മദർ ഈസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, നിങ്ങളുടെ അമ്മ ഒരു അഭിസാരികയാണ് എന്ന് പറഞ്ഞു. അപ്പോ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ചാടി ഒന്നങ്ങോട്ട് കൊടുക്കും അല്ലെ, എന്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നതായിരിക്കും. പക്ഷെ ആ കുട്ടി കൃത്യമായിട്ട് മറുപടി പറഞ്ഞു, യെസ്, മൈ മദർ ഈസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ബട്ട് ദർ ഈസ് ഓൺലി വൺ ക്ലയന്റ്, ദാറ്റ് ഈസ് മൈ ഫാദർ. ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. പക്ഷെ ഇത് നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരില്ല. നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ചോദിക്കും. ദർ ഈസ് ഓൺലി വൺ ക്ലയന്റ്, ദാറ്റ് ഈസ് മൈ ഫാദർ. യെസ്, അങ്ങനെ നമുക്ക് പറയാം. ആ ലെവലിലോട്ട് നമ്മൾ വരണം. യെസ്, അപ്പൊ നമ്മൾ ആദ്യം ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ പാനിക്കാവും. ഒരിക്കലും നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വയലന്റ് ആവില്ല. ഇപ്പോ ഈ ശിവപ്രിയോട് ചോദിച്ച ചോദ്യത്തിനും മറുപടി ഞാനിങ്ങനെ പോരുന്നല്ല, അപ്പൊ അതിനും മറുപടി പറയാം, ഐ വിൽ ട്രൈ മൈ, ഇത് എനിക്ക് പറ്റിയ സമയമായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു, ഐ വിൽ കണ്ടിന്യൂ മൈ എഫേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ രസകരമായിട്ട് മാറ്റുക. യെസ്, അപ്പൊ അങ്ങനെ മാറ്റി കഴിയുമ്പോൾ അവർക്ക് തോന്നും ഓക്കെ, അവരൊന്ന് എതിർപ്പിക്കാൻ ദേഷ്യപ്പെടുത്താൻ നോക്കിയിട്ടും ദേഷ്യപ്പെട്ടില്ലല്ലോ, അപ്പോ ഒരു PROന്റെ പോസ്റ്റിലേക്ക് പറ്റിയ ഒരാളാണത്. യെസ്, അപ്പൊ കണ്ടില്ല ചില ആൾക്കാർ ദേഷ്യം വരാത്ത ആൾക്കാരെ കണ്ടിട്ടില്ല. പക്ഷെ ഈ ദേഷ്യം വരാത്ത ആൾക്കാർക്ക് ഒരു പ്രാവശ്യം ദേഷ്യം വന്നാൽ കൈവിട്ട് പോകുന്നത്. അവർക്ക് ദേഷ്യം വരാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളില്ലേ, നമ്മൾ അങ്ങനെ തല്ലാൻ ചെന്നിട്ട് നമ്മളെയൊക്കെ അവര് സോപ്പിട്ട് അങ്ങനെയില്ല ചെല്ലുമ്പോൾ തന്നെ വിശേഷങ്ങൾ ആവശ്യം പറയല്ല, അതൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യും. യെസ്, ഓക്കെ ഓക്കെ ശിവപ്രിയ, അപ്പൊ ഞാൻ എഴുതിട്ട് പോരുന്നല്ല, അതിനും മറുപടി പറഞ്ഞേക്കണം. യെസ്, ഐ വിൽ കണ്ടിന്യൂ മൈ സെർച്ച്, I will attend the next day. I think that it is not my time, it is not my chance. Yes, അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും കൊള്ളാം, സെലക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ പോസിറ്റീവായ പ്രതികരണമാണ് ഇതുപോലെ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഇത് മനസ്സിൽ വെച്ചില്ല, ഇത് ആ രീതിയിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. വളരെ രസകരമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യും. ഓക്കെ, ഡോണ്ട് വറി. അപ്പൊ ഞാൻ അപർണയ്ക്ക് ആലോചിക്കാൻ കുറച്ച് സമയം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. യെസ്, അപർണ യു കണ്ടിന്യൂ. അപർണയ്ക്ക് ഇല്ല എന്ന് തോന്നുന്ന ഒരു 5 ഐറ്റംസ് പറയും. അപ്പൊ നോക്കി കഴിയുമ്പോഴേക്കും നമുക്ക് തോന്നുന്നു നമുക്ക് എല്ലാം ഉണ്ട്, നോ എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. I don't have a car. I don't have a car. Okay. I don't have enough patience.
ഐ ഡോണ്ട് ഹാവ് ഇനഫ് പേഷ്യൻസ്. ഈ അപ്പൊ അപർണക്ക് അറിയാം, അപർണ അല്ലെ, നമ്മളെ മനസ്സിലാക്കി ഐ ഡോണ്ട് ഹാവ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് സ്നേഹം കൊടുക്കുന്നത്, പക്ഷെ എനിക്കറിയാം ഇനഫ് പേഷ്യൻസ് ഇല്ല എന്നുള്ളത്. പക്ഷെ ഈ ദേഷ്യം വരുന്ന ആളുകളുണ്ട്, അവര് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരെ നമുക്ക് അവരെ കൂടെ കൂട്ടാം എന്ന് പറയാം. അവരാ ദേഷ്യമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരെ നമ്മുടെ താളത്തിന് കൊണ്ടുവരാം. യെസ്. അപ്പൊ ദേഷ്യം വരുന്ന ആളുകൾ നിങ്ങൾ ഒരിക്കലും വരുന്ന ആളുകളോട് എന്താ ഇത്ര ദേഷ്യം എന്ന് ചോദിക്കേണ്ടത്, അവരുടെ അടുത്ത് എന്താ ഇത്ര സങ്കടം എന്ന് ചോദിച്ചു നോക്കിയും അത് ഈ ദേഷ്യത്തിന് പുറകിലൊരു സങ്കടം ഉണ്ടാവും. അവിടെ നിന്നാണ് ഈ സാധനം ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴല്ല അത്ര നേരം പിടിച്ച ദേഷ്യം ചിലപ്പോ താഴേക്ക് പോകും. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ഇനഫ് പേഷ്യൻസ്. പിന്നെ I don't have to lie. I don't have To lie. Any reasons to lie? yes. Okay. ലൈ അത് നമുക്ക് പിന്നീട് ഒരു ചോദ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചു വെച്ചേക്കുന്നത്, നിങ്ങൾ ഏറ്റവും അവസാനം നുണ പറഞ്ഞ ദിവസം. ഓക്കെ, അത് നമുക്ക് പിന്നീട് വെക്കാം. I don't have much experience. Yes, I don't have much experience in വേണമെങ്കിൽ ഒരു ഫീൽഡ് കൂടി പറയാം. In education, in teaching, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്. ഓക്കെ, കറക്റ്റ്. Okay. I don't have any doubts. I don't have any doubts. അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വേറെ about ഇതിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. ഓക്കെ, കറക്റ്റ്. Okay. I don't have a smartphone. Yes, I don't have a smartphone. Correct. I don't have any plans. Yes, I don't have any plans for future. ഭാവിയിലേക്ക് എന്റെ കയ്യിൽ പ്ലാനുകളൊന്നും തന്നെ ഇല്ല. Yes. I don't have a choice. Yes, I don't have a choice. നല്ല സെന്റൻസ് ആണ്. Yes, I don't have a choice. I don't have any problem. Yes, I don't have any problem. Very good. I don't have a lonely hair. Yes, I don't have long hair. Long hair. I don't have a two-wheeler. Yes, I don't have two-wheeler. Yes. ഒന്ന് പേടിക്കണ്ട പറഞ്ഞ ഒരു ഘട്ടം കഴിയുമ്പോ ടൂ വീലറും കാറും മുമ്പിൽ വീടൊക്കെ വരും. യെസ്, പൊന്നായിരിക്കട്ടെ. അതൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. ഡോണ്ട് വറി, അതൊക്കെ വരും. യെസ്. അപ്പൊ ഏത് പറഞ്ഞു. I don't have much work today. I don't have much work today. നല്ല സെന്റൻസ് ആണ്. ഇന്ന് എനിക്ക് അധികം പണിയൊന്നുമില്ല. വെരി ഗുഡ്. സെന്റൻസ് ആക്കണേട്ടോ സർ. പണിയൊക്കെ ധാരാളമുണ്ട്, സെന്റൻസ് ഒപ്പിക്കുന്നതാണ്. പണി ആവശ്യത്തിനുണ്ട്. I don't have time right now. Yes, okay, I don't have time to waste. I don't have anything to say. Yes, I don't have anything to say. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും തന്നെയില്ല. Yes. Okay, sir. Okay, very good. ഇതാണ് പറഞ്ഞ 5 എന്ന് പറഞ്ഞു. 5 അല്ലാതെ കയറിയങ്ങൾ നോക്കണം. 5 എന്ന് പറഞ്ഞ 10 ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഓരോരുത്തരും രസകരമായിട്ട് നോക്കി വെച്ചു. നേരത്തെ പറഞ്ഞില്ലേ, ഐ ഡോണ്ട് ഹാവ് ടൈം ടുഡേ, ഐ ഡോണ്ട് ഹാവ് അങ്ങനെയൊക്കെ പറഞ്ഞ സംഗതികളൊക്കെ നോക്കി വെച്ചു. ഓക്കെ, അപ്പൊ റെഡി ആവുന്ന. ഓക്കെ, വെരി ഗുഡ്. റെഡി ആവുന്നവർ ഒരു തമ്പിട്ടോളൂ, ഞാൻ വിളിച്ചോളാം. ജിൻസി പറയൂ. ജിൻസി അവർ റെഡിയാണ്. ജിൻസി, ഐശ്വര്യ, നിഷ. ജിൻസി പറഞ്ഞു. Sir, I don't have a go there. Yes. I don't have long hair. I don't have long hair. I don't have a big house. I don't have big house. Okay. I don't have a car. I don't have a car. I don't have your number. Yes. I don't have a good number. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? Your number, sir. Yes. Okay.
അതും പറയട്ടെ, I നമുക്ക് don't, അയൽവക്ക കാര്യം ശരിയല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാല? ഐ ഡോണ്ട് ഹാവ് ഗുഡ് നൈബർ. യെസ്, ഓക്കെ. യെസ്, sir, I don't have your number, phone number. യെസ്, ഓക്കെ. I don't have the key. യെസ്, ഓക്കെ. Uh, I don't have any doubts. യെസ്, ഐ ഡോണ്ട് ഹാവ് എനി ഡൗട്ട്സ് അബൌട്ട് ഇംഗ്ലീഷ്. ഓക്കെ. I don't have enough money. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി. Enough, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ വീടിന്റെ ചുറ്റുപാട് നിന്നുകൊണ്ടാണ് ജിൻസി സംസാരിച്ചത്. ഓക്കെ ജിൻസി, വെരി ഗുഡ്. Okay, thank you, sir. ഓക്കെ. ഐശ്വര്യ പറയൂ. ഐശ്വര്യ, yes. Sir, sir, പറഞ്ഞു. I don't have better job. I don't have a better job. Okay. I don't have time today. Yes. Okay. Hello. Sir, പറഞ്ഞു ഞാൻ കൊച്ചിന്റെ കേട്ടായിരുന്നു. I don't. I don't have any siblings. അത് ആരും പറയാത്ത. I don't have any siblings. Yes, very good. I don't have a meeting today. I don't have a meeting today. Correct. Very good. I don't have any idea About what? about. എന്തെങ്കിലും പറയാം. About making chicken biryani or വേറെ എന്തെങ്കിലും പറയാം. Okay, very good. Next. I don't have any plans for the weekend. Yes, I don't have any plan. Then I don't have mobile phone. yes. Sir, കഴിഞ്ഞു sir. Okay. Very good. Aishwarya. Yes, very good. Yes, Shivapriya. പറഞ്ഞോളൂ ശിവപ്രിയ. Sir, I don't have anything interesting in life. I don't have any interest in life. Anything interesting in life. Yes, okay. Very good. I don't have optimism. I don't have optimism. Oh. I don't. ഒക്കെ നല്ല സംഭവം ശിവപ്രിയ. Don't worry. Be optimistic in your life. ചിലപ്പോ ഒരു ചെറിയൊരു ഒരൊറ്റ ഓക്കെ കണ്ടിന്യൂ. I don't have money. Yes. I don't have a job. Yes. I don't have close cousins. Yes. Sir. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ശിവപ്രിയ നേരത്തെ പറഞ്ഞ ഐ ഡോണ്ട് ഹാവ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞത് വെറുതെ സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണോ അല്ലെങ്കിൽ ഹൃദയത്തിൽ തട്ടി പറഞ്ഞതാ? ഹൃദയത്തിൽ തട്ടി പറഞ്ഞു. ഞാനൊന്നും ചിന്തിക്കണ്ട. യെസ്, ബി ഓപ്റ്റിമിസ്റ്റിക് ഇൻ യുവർ ലൈഫ്. എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. യെസ്, രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഈശ്വരനെ ഇട്ടത്. യെസ്, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പല വർഷങ്ങൾക്ക് മുമ്പ് ഒരു എല്ലാവരും ജീവിതത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോ പല പ്രശസ്തരായിട്ടുള്ള പല ആളുകളും പറയാറില്ല, ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടിന്റെ കാലഘട്ടങ്ങളിലൂടെയാണ് ഇവർക്ക് വളരെ സുപ്രഭാതത്തില് അങ്ങനെ വന്നവരല്ല. യെസ്, നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് 63, 67 64 ഒരു പാട്ട് റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് അത് പാടുന്ന ആള് ഉദയഭാനുമാണ്. ആ ഉദയഭാനു പാടാനായിട്ട് റെഡിയായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ പുള്ളിക്ക് നല്ല പനിയുണ്ട്. അപ്പൊ പുള്ളി ഒരു പ്രാവശ്യം പാടി, പക്ഷെ പാട്ട് അത്ര സുമാറായില്ല, പനിയും ജലദോഷം ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ വേഗം തന്നെ പറഞ്ഞു, അയ്യോ ഇത് ഭംഗിയായില്ല. അപ്പൊ ഒരു പയ്യൻ ചാൻസ് ചോദിച്ച് നടക്കുന്ന പയ്യൻ അവിടെ പുറത്തുണ്ട്. അപ്പൊ ആ പയ്യനോട് വന്നിട്ട് പറഞ്ഞു എന്നാ പാടാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ പയ്യൻ പറഞ്ഞു ഞാൻ പാടില്ല, കാരണം ഇത് വളരെ പ്രശസ്തനായ ഒരാള് പാടാൻ വെച്ചൊരു പാട്ടുകാർ, ഞാൻ പാടില്ല. അവസാനം ഉദയഭാനു തന്നെ വന്നിട്ട് ആ പയ്യനോട് പറഞ്ഞു നീ അതൊന്നും പാടിക്കൊടുത്തു, എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ സൗകര്യം പോലെ പാടിയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ ഈ പറയുന്ന 64, 65 കാലഘട്ടത്താണ്. അപ്പൊ ആ പയ്യൻ വന്നത് പാടി. ആ പയ്യന്റെ പേര് KJ യേശുദാസ് എന്നാണ്. അന്ന് ആ പയ്യൻ പാടിയ പാട്ടാണ് റോസി എന്ന് പറയുന്ന സിനിമയിലെ
അല്ലിയാമ്പൽ കടവിലെന്ന് അരക്കി വിടുന്നൊരു പാട്ട്. യെസ്, ആ ഒരു ചാൻസോട് കൂടി അവിടെ തുടങ്ങി പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വന്നിട്ട് യെസ്, ഇന്ന് വിശ്വാസം അവിടെ എത്തി. അപ്പൊ ഇതിന്റെ എല്ലാവരുടെ ജീവിതത്തില് ഒരു 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 തുടക്കമില്ലേ, അത് ചിലപ്പോ വളരെ അത് സംഭവിക്കുന്നത് നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. യെസ്, അപ്പൊ അത് കാര്യങ്ങളൊക്കെ ഭംഗിയാവും കേട്ടോ. രക്ഷപ്പെടാനായിട്ട് ഒരു ചാൻസ് നിങ്ങൾക്ക് ഇട്ടുതരും. അത് കയറി പിടിച്ചത് രക്ഷപ്പെടുക. ഓക്കെ, അപ്പോ ബി പോസിറ്റീവ്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ആ ചിന്തകൾ തന്നെ പറയട്ടെ. ഓക്കെ ശിവപ്രിയ, ഡോണ്ട് വറി. Thank you, sir. നിഷ, നിഷ Yes, sir. പറഞ്ഞോളൂ നിഷ. I don't have any call or message. Yes, I don't have any call or message today. Very good. I don't have internet. Yes, yes, I don't have കേൾക്കുന്നില്ല sir? ഓക്കെ ഓക്കെ ഓക്കെ. അതപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലോട്ടായി, കുഴപ്പമില്ല, സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ. I don't have seen that movie. I don't have seen that movie Drishyam 3. Yes, okay. I don't have finished my work. I don't have finished my work. Correct. I don't have started studying. Yes, I don't have started studying. Correct. ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. I don't have told anyone. Yes, I don't have told anyone. Okay. I don't have seen to UK. Yes, I don't have seen UK. Okay. I don't have met him before. Yes, I don't have met him before. Correct. I don't have paid the electricity bill. Yes, correct. I don't have paid the electricity bill. Correct. That's all, sir. Very good, very good. നിഷ പറഞ്ഞത് മുഴുവനും പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസാണ്. കറക്റ്റ് സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല, എ കൗ, ഒരു പശു ഇല്ല. അപ്പൊ ഡോണ്ട് ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നതാണ് എ കൗ. അതൊരു പേരാണ്, നൗണാണ്. നിഷ പറഞ്ഞപ്പോ ആ പേരിന് പകരം അവിടെ എന്ത് ചെയ്തു, വെർബിന്റെ മൂന്നാമത്തെ ഫോം V3 ഉപയോഗിച്ചു. യെസ്, അത് സെന്റൻസ് കറക്റ്റ് ആണ്. I don't have paid the electricity bill. ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ല. യെസ്, നേരെ വെച്ച് ഐ ഹാവ് നോ മണി എന്ന് പറയും. ഐ ഡോണ്ട് ഹാവ് നോ മണി. ഓക്കെ, കറക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആണ് പറഞ്ഞത്. ഓക്കെ നിഷ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മുഹസീന പറയൂ. Hi, sir. I don't have cruel mind. Yes, I don't have cruel mind. I don't have to control my emotions. Yes, I don't have control. എനിക്ക് കൺട്രോൾ ഇല്ല for my emotions. I don't have driving license to drive car. Yes, okay. I don't have driving license. അപ്പൊ അത്രയും പേര് കറക്റ്റ് ആണ്. ആരും പറയാത്തതാണ്. ഐ ഡോണ്ട്, രണ്ടെണ്ണം പറഞ്ഞത് ആരും പറയാത്ത സംഗതിയാണ്. ഐ ഡോണ്ട് ഹാവ് ഡ്രൈവിംഗ് ലൈസൻസ്. പിന്നെ I don't have elder brother. യെസ്, നേരത്തെ സിബ്ലിങ്സ് ആയിരുന്നു, ഇപ്പൊ എൽഡർ ബ്രദർ ഒരെണ്ണം വന്നു. ഐ ഡോണ്ട് ഹാവ് എൽഡർ ബ്രദർ. I don't have time for spend watching movie. യെസ്, ഓക്കെ. I don't have big house. യെസ്, ഓക്കെ. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. I don't have go to party. യെസ്, ഓക്കെ. That's all. ഓക്കെ 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 ഓക്കെ. ലാസ്റ്റത്തൊന്ന് ആ സമയം ഉണ്ടാക്കിയതാണ് അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ മുഹസീന. യെസ്, അപ്പൊ ഹസീന പറഞ്ഞോളൂ. അന്നാക്കെ ജോസഫ്, ഗെറ്റ് റെഡി. ഓക്കെ.
ഫൗസ്റ്റീന, ഞാൻ പറഞ്ഞ പേര് ചിലപ്പോൾ അങ്ങോട്ട് ഞങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടെങ്കിലും വന്നോട്ടെ. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വിളിക്കാം. എന്നാ എന്നാക്കി ജോസഫ് വന്നോളൂ. ശുഷ ടി, ഗെറ്റ് റെഡി. ഓക്കെ. Hello, sir. ആ പറഞ്ഞോളൂ. I don't have a room. യെസ്, ആരും പറയാത്തൊരു സംഗതിയുണ്ടോ? ഐ ഡോണ്ട് ഹാവ് എ സെപ്പറേറ്റ് ഓർ സ്പെഷ്യൽ റൂം. ഓക്കെ, കറക്റ്റ്. I don't have long hair. ഐ ഡോണ്ട് ഹാവ് ലോങ് ഹെയർ നേരത്തെ വന്നതാണ്. എന്നാലും സെന്റൻസ് കറക്റ്റ്. I don't have a mobile phone. ഐ ഡോണ്ട് ഹാവ് എ മൊബൈൽ ഫോൺ. കറക്റ്റ്. I don't have courage in my life. ആരും പറയാത്തതാണ് പറഞ്ഞത്. ഐ ഡോണ്ട് ഹാവ് കറേജ് ഇൻ മൈ ലൈഫ്. ജീവിതത്തിൽ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞത്. ഓക്കെ. ഈ I don't have a speaking skill. യെസ്, ഐ ഡോണ്ട് ഹാവ് എ സ്കിൽ. ഓക്കെ. I don't have a beautiful garden. ഐ ഡോണ്ട് ഹാവ് ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ഓക്കെ, ഞാൻ ബാക്കിയൊന്നും ചേർത്തിട്ടുണ്ട്. വെരി ഗുഡ്, ആരും പറയാത്തതാണ്. I don't have best friends. യെസ്, അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എ ചേർക്കണ്ട. ഒരാളുണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് എ ചേർക്കാം. ഐ ഡോണ്ട് ഹാവ് ബെസ്റ്റ് ഫ്രണ്ട്സ്. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല. ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല. അത് ആരും പറയാത്ത സംഗതിയാണ്. ഓക്കെ, അങ്ങനെ പോരട്ടെ. എന്നാ കറക്റ്റ്. I don't have a dog. ഐ ഡോണ്ട് ഹാവ് എ പെറ്റ് ഡോഗ്. കറക്റ്റ്. Then I don't know how to swim. ഐ ഡോണ്ട് നോ ഹൗ ടു സ്വിം. വെരി ഗുഡ്. Thank you, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാ ഞാൻ +2 പാസ്സായി. അത് ഞാൻ പറഞ്ഞില്ല സാറിനോട്. അല്ലേ? ഏത് ഗ്രൂപ്പായിരുന്നു? ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അപ്പോ അന്നാക്കി ജോസഫിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ച പോലെ എന്താണ് അന്നാക്കി ജോസഫിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ BSc സൈക്കോളജി എടുക്കാനാ. സൈക്കോളജി. അതെ, ഹഫ്സാത്തിനെ വിളിച്ചേ നേരത്തെ. അത് ഹഫ്സീനായി പോയതാണ്. യെസ്, ഓക്കെ 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 ഓക്കെ. ഇത് കഴിയുമ്പോൾ വിളിക്കാം. അപ്പോ BSc സൈക്കോളജി. എന്താണ് സൈക്കോളജിയോട് ഇഷ്ടം തോന്നാൻ കാരണം? ഇവിടെ ഞങ്ങൾക്ക് സബായിട്ടുള്ളത് സൈക്കോളജിയാ. അപ്പൊ എനിക്കത് പഠിച്ചപ്പോ ഇഷ്ടമായി. യെസ്. ഓ, ഭാവിയിൽ വല്ല സൈക്കാട്രിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഓഫീസറായിട്ടൊക്കെ നമ്മൾ കാണേണ്ടി വരും അല്ലേ അന്നാക്കി ജോസഫിന? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മനസ്സിൽ ഇഷ്ടപ്പെട്ട സംഗതി പഠിച്ചോളൂ. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പോ ഒരാൾ കൂടി പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ പറഞ്ഞില്ല ഐ ഹാവ്. യെസ്, ശ്രുതി, അതൊക്കെ വരും. ധാരാളം സ്ഥലത്ത് വസ്തുവൊക്കെ വാങ്ങിച്ചിടും. ഓക്കെ, ഡോണ്ട് വറി. യെസ്, അന്നാക്കി ജോസഫ് ഇപ്പൊ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് ദ കറേജ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കാണ് ധൈര്യം കൂടുതൽ, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? നിങ്ങളുടെ ജീവിതം വെച്ചൊന്ന് അനലൈസ് ചെയ്ത് നോക്കും. ആർക്കാണ് ധൈര്യം കൂടുതൽ, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? യെസ്, ധൈര്യം കൂടുതൽ ആർക്കാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? മുഹസീനയും അപർണയും ആദ്യമൊക്കെ പറഞ്ഞത് സ്ത്രീകൾക്കാണ് ധൈര്യം കൂടുതലാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നിങ്ങൾക്ക് തന്നെയാണ് ധൈര്യം കൂടുതലേ. യെസ്, ഓക്കെ. ഐശ്വര്യം പറയുന്നത് ധൈര്യം സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ. പക്ഷെ ഇതിനെ കുറിച്ച് ഷേക്സ്പിയർ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യം ഞാൻ പറഞ്ഞാണെങ്കിൽ പറഞ്ഞേക്കാം. പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നാടകമുണ്ട്. മാക്ബത്ത്. ആ മാക്ബത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് നാടകത്തില് ഡങ്കൻ എന്ന് പറയുന്ന സ്കോട്ട്ലൻഡിലെ രാജാവ് ഉണ്ട്. അപ്പൊ ആ രാജാവിന് വേണ്ടിയിട്ട് ഇതൊന്ന് പഠിച്ചിട്ടുണ്ടാവും. യുദ്ധം ചെയ്യാൻ പോകുന്ന സേനാനായകനാണ് മാക്ബത്ത്. അപ്പോ അദ്ദേഹം തിരിച്ചു വരുന്ന വഴിക്ക് വിച്ചസിനെ കാണും. ഷേക്സ്പിയറിന്റെ നാടകങ്ങളൊക്കെ ഉണ്ട്, ഒരു ഭൂതങ്ങളെ കാണും, പ്രേതങ്ങൾ, ഭൂതങ്ങൾ. അപ്പൊ ആ വിച്ചസ് ഈ ഷേക്സ്പിയറിന് മാക്ബത്തെ നോക്കിക്കൊണ്ട് പറയും,
ഓ ദ ഫ്യൂച്ചർ കിങ് ഓഫ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലെ ഭാവിയിലെ രാജാവ് എന്ന് പറയും. ഞാൻ അവിടെ നിന്ന് പറയാൻ സമയക്കുറവുണ്ട് എന്ന് പറയും. അപ്പൊ തുടങ്ങി മാക്ബത്തിന് മനസ്സിനൊരു ചിന്ത പറയുന്നു, ഞാൻ എങ്ങനെ രാജാവാകും? ഞാൻ രാജാവാകാനായിട്ട് സാധ്യതയില്ല. രാജാവ് ഓൾറെഡി ഉണ്ട്, അദ്ദേഹം മരിച്ച അദ്ദേഹത്തിന്റെ മകനാവും. ഞാൻ എങ്ങനെയാവും? ഇത് ചിന്ത പറയണം. യെസ്. അപ്പോ ഇദ്ദേഹം വന്നപ്പോൾ സംഭവിച്ച കാര്യം തന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിനോട് പറയും. ആ യെസ്, ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചുരുക്കണ്ട. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് വരെയാണ് സ്ത്രീകൾക്ക് ധൈര്യം. കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അധൈര്യപ്പെടുന്നത് ആരാണ്? സ്ത്രീകളായിരിക്കും. പിന്നെ ധൈര്യം കൂടുതൽ കാണിക്കുന്നത് പുരുഷന്മാരായിരിക്കും എന്നാണ് പറയുന്നത്. യെസ്, അതവിടെ നിൽക്കട്ടെ. അത് ഷേക്സ്പിയർ പറഞ്ഞു വെച്ചതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നേരത്തെ ഹഫ്സാത്ത് Sir, ഓക്കെ 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 ഓക്കെ. ഹാവ് നോട്ട് വരാം. യെസ് ഓക്കെ ഓക്കെ ഓക്കെ. നിഷ ഹാവ് നോട്ട് വരുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആവുന്നുള്ളൂ. ഹഫ്സാത്തെ പരീക്ഷ പാസ്സായോ? ഹഫ്സാത്ത് ഏത് വിഷയം വരുന്നത്? science. സയൻസ്. വെരി ഗുഡ്. യെസ്. ബയോമാസ് ആയിരുന്നു. യെസ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഞാന് ഫാർമസി അസിസ്റ്റന്റിന്റെ കോഴ്സിന് ചേർന്നു. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഹഫ്സാത്തിന്റെ നാട് എവിടെയാണ്? നിലമ്പൂര്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഹഫ്സാത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും വക അഭിനന്ദനങ്ങൾ കേട്ടോ. അപ്പൊ രണ്ടുപേര് +2 പാസ്സായിട്ടുണ്ട്. ഓക്കെ. ജിൻസി, റിനു, ആതിര, അന്ന. യെസ്, ഓക്കെ 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 ഓക്കെ. ദേവർണ, ഹഫ്സാത്തിനും അന്ന കെ ജോസഫിനും ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്, എല്ലാവരും അറിഞ്ഞില്ലേ? യെസ്, ഓക്കെ. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് വരണം. ഇംഗ്ലീഷ് ക്ലാസ് വരുമ്പോഴാണ് അതൊക്കെ അറിയുള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ ഓക്കെ ഹഫ്സാത്തെ, അതെ, കൺഗ്രാറ്റുലേഷന്റെ പ്രവാഹമാണ്. യെസ്, ഓക്കെ. യെസ്, വെരി ഗുഡ്. ഹഫ്സാത്തെ പറയൂ, ഹഫ്സാത്തിന് ഇല്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു 5 ഐറ്റംസ് പറഞ്ഞു. I don't have a vehicle. I don't have a Vehicles. Yes, I don't have a vehicle. വാഹനമില്ല. Yes, okay. I don't have a pet. I don't have a pet. I don't have a garden. I don't have a garden in I front of don't my. have a sweet brother. Yes, I don't have a sweet brother. Yes, okay. I don't have a best friends. I don't have a best friends. Okay. I don't have a money. I don't have money. വേണ്ട, ഞാൻ എന്റെ മുമ്പിൽ ഒരു വാക്ക് കൂടി ചേർക്കുന്നത്. I don't have enough money. പണമുണ്ട്, ധാരാളമില്ല. Yes, okay. I don't have a classmates. Yes, I don't have classes. Okay. I don't have a proper job. I don't have a proper job. Okay. കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഈ ഫാർമസിസ്റ്റിന്റെ പരീക്ഷയ്ക്ക് ഒരു പാസ്സായിട്ട് പോവാ, അപ്പൊ തന്നെ വരും ജോലിയൊക്കെ അതിന്റെ പുറകിൽ വരും. ഡോണ്ട് വറി, ബി ഹാപ്പി. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ടോണിയ പറയൂ. പറയൂ, എന്തൊക്കെയാണ് ടോണിയക്ക് ഇല്ല എന്ന് തോന്നിയിട്ടുള്ള 5 ഐറ്റംസ്? I don't have money to build a new house. I don't have money to build a big house. Yes, okay. I don't have patience. Yes, നേരത്തെ ഒരാൾ പറഞ്ഞു, നമ്മുടെ അപർണ പറഞ്ഞു, I don't have patience. ഒരാൾ കൂട്ടുന്നുണ്ട്. Yes, I don't have patience. Okay. I don't have more time to finish my homework. Yes, very good. I don't have a son. I don't have a baby boy. Yes. I don't have a two-wheeler. I don't have a two-wheeler. Yes, correct. I don't have enough support in my life. Yes, ഇതാരും പറയാത്തൊരു സംഗതിയാണ്. നേരത്തെ ശിവപ്രിയ പറഞ്ഞതിന്റെ വേറൊരു വേർഷനാണ്. I don't have enough support in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് അധികം സപ്പോർട്ടുകളില്ല. Yes, okay. I don't have partiality. I don't have partiality. അതാരും പറയുന്നത് പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ?
ഒരാളോടും വേറെ ആളോടും വ്യത്യസ്ത രീതിയിൽ ഇടപെടൂല. അതാണ് പാർഷ്യാലിറ്റി. അതില്ല എന്ന് പറഞ്ഞു. ഓക്കെ, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് പറയും. I don't have enough time to wash my clothes because my little daughter wake up early. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ചെറിയ കുട്ടി നേരത്തെ എഴുന്നേറ്റുകൊണ്ട് വാഷ് ചെയ്യാനൊന്നും നേരമില്ല. ഓക്കെ. I don't have sympathy to the people who kill children. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നമ്മളെ എന്താ പറയാ, ചില ബന്ധങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുക, ക്ഷമിക്കുക. അതങ്ങനെ ഉണ്ടാവില്ല. ചിലത് നമുക്ക് നഷ്ടപ്പെടരുത് നമ്മൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലായാൽ മതി. എനിക്ക് നഷ്ടപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ മാത്രമേ ഞാൻ അവരെ ഞാൻ ഒഴിവാക്കാതിരിക്കാൻ നോക്കാറുള്ളൂ, ക്ഷമിക്കാറുള്ളൂ. അങ്ങനെ ചില ആൾക്കാരുണ്ടാവില്ലേ. യെസ്, തല്ല് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതിപക്ഷ ബഹുമാനം പോലെ തോന്നുന്ന ചില ആൾക്കാരുണ്ടാവില്ലേ. കാര്യം ശരി, വടക്കൊക്കെ പിടിക്കും, പക്ഷെ അവള് അടിപൊളി അതിട്ടാണ് നമ്മൾ ചിന്തിക്കാറില്ലേ. യെസ്, അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ നമ്മളൊന്ന് തോറ്റുണ്ട്. പിന്നെ എപ്പോഴും ഒരു വഴക്കൊക്കെ പിടിച്ച് ബലം പിടിച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ല, അതൊന്ന് സോൾവ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതപ്പാണ് സോൾവ് ചെയ്തത്. കാരണം പിന്നെ ബലം പിടിക്കണ്ട, കാരണം പിന്നെ ചിലപ്പോൾ വന്നിലേക്ക് പടിയാവും. അപ്പോ ഇങ്ങോട്ട് വരുമ്പോ അത് ഓക്കെ, അത് സോൾവ് ചെയ്ത് വിട്ടെ. എപ്പോഴും അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും മനസ്സിലായി ഉണ്ടാക്കുക. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ആരെ കുറിച്ചായിരിക്കും? നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ചല്ല, നിങ്ങളുടെ ശത്രുവിനെ കുറിച്ചായിരിക്കും. യെസ്, ഇത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ അത് ശരിക്കും നിങ്ങളോട് ഒരാൾ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കുറിച്ചേക്കുള്ള ചിന്തിക്കും. എന്നാലും അവനത് ചെയ്തല്ലോ, അവളത് ചെയ്തല്ലോ. യെസ്, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ബി ഫ്രണ്ട്ലി ടു ഓൾ. യെസ്, ടോളറൻസ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥമാണ്. അതായത് നമ്മളൊരു സഹിഷ്ണുത കാണിക്കുക, സ്നേഹിക്കുന്നില്ല, ദ്രോഹിക്കുന്നില്ല. ബി പേഷ്യന്റ്, സഹിഷ്ണുത, ബി ടോളറന്റ്. ഓക്കെ ടോറോണിയ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ അതിനെ പറഞ്ഞോളൂ അതിന്. I don't have a true friend. Yes, okay. Okay, I don't have a peace of mind. I don't have peace of mind. Yes, okay. I don't have clarity about what to do next. Yes, okay. I don't have control when I see chocolates. Yes, I don't have control over chocolates. Okay, correct. Very good. I don't have a single minute of silence. Yes. Okay. I don't have the mood to cook today. Yes, okay. I don't have a single free time today. Yes, I don't have free time today. Time. Okay, very good, very good. Variety and very good, very good, very good. I don't have peace of mind. നമ്മളങ്ങനെ വിചാരിക്കുക സമാധാനമൊക്കെ ഉണ്ടാവും. നമ്മൾ വില പിടിച്ചിട്ടൊന്നും ഈ ലോകത്തിന് മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ? ബി പേഷ്യന്റ്, ക്ഷമയോട് കൂടിയാണ് ഇരിക്കുക. നോ പ്രോബ്ലം അല്ലേ? അത് റെഡിയാവും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി ഓൾവേസ്. ഓക്കെ, ദെൻ റിഞ്ചു. യെസ്, പറഞ്ഞോളൂ റിഞ്ചു. I don't have any complaints. Yes, okay. I don't have enemies. അതാരും പറയാത്ത സംഗതിയാണ്. I don't have enemies. എനിക്ക് ശത്രുക്കളില്ല. ആരെങ്കിലും പറഞ്ഞില്ല. Yes, very good. I don't have any expectation from anyone. അതും ആരും പറയാത്തതാണ്. I don't have any expectation from anyone. എനിക്ക് ആരും ഒരു പ്രതീക്ഷയില്ല. Yes, okay, very good. I don't have time for overthinking. Yes, overthinking സമയമില്ല. Very good. I don't have fever. Yes, okay. I don't have a good friend. Okay. Okay, കഴിഞ്ഞോ? Completed? അത്രയാണ് സാർ, അത്ര കിട്ടുന്നുള്ളൂ. ഞാനിപ്പോ അനുവിനെ എത്ര വയസ്സായെന്ന് എനിക്കറിയില്ല.
എങ്കിലും ഇത്രയൊക്കെ ഇങ്ങനെ വളരെ വെറൈറ്റി പറഞ്ഞുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ചിലപ്പോ എത്ര വയസ്സെന്ന് പറയും, ഇത്രയും വയസ്സിന്റെ ഉള്ളില് ജീവിതം അനുവിനെ എന്ത് പഠിപ്പിച്ചു, അല്ല റിനുവിനെ എന്ത് പഠിപ്പിച്ചു? ജീവിതം എന്ത് പഠിപ്പിച്ചു റിനുവിനെ ഇതുവരെ? ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ആരിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ തന്നെ ആരും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതാവും. നമ്മൾ മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറണം എന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്കത് കിട്ടിയില്ല, പിന്നെ ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ നമ്മളെല്ലാരെയും സ്നേഹിക്കുക. അത്രേ ഉള്ളൂ. യെസ്. അപ്പൊ ജീവിതം റിനുവിനെ പഠിപ്പിച്ചത് ഓരിലും ആരിലും ഒരു പ്രതീക്ഷ വെച്ച് ജീവിക്കരുത് എന്നുള്ളതാണ് റിനുവിനെ ജീവിതം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രതീക്ഷകളാണ് നമ്മളെ വളർത്തുന്നത്. പക്ഷെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മള് അങ്ങനെ പ്രതീക്ഷിക്കാതെ. ഓക്കെ റിനു, എനിക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാവും. യെസ്. അപ്പൊ അങ്ങനെ ഉണ്ടാവും. ദാറ്റ് ഈസ് ട്രൂ. അവരുടെ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറയുന്നത് അല്ലേ? ചിലപ്പോൾ നമ്മൾക്ക് ഒരു പക്ഷേ വേറെ കാര്യം നമ്മൾ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ആരെയും അമിതമായി ഒരു ഘട്ടത്തിന്റെ അപ്പുറത്തേക്ക് ആരെയും നമ്മൾ ഇഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ ആരെയും നമ്മൾ സ്നേഹിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും ജീവിതം, അല്ലേ? ഒരു ഘട്ടം വരെ മതി. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് അവരിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ അകന്നു പോകാനായിട്ടുള്ള സാധ്യത, അല്ലെങ്കിൽ അവരിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് നേരെ വരാൻ കഴിയും. അപ്പൊ വൈകാരികമായ ആരോടും ജീവിതത്തിൽ എടുക്കരുത്. എന്റെ സന്തോഷം ഐ ഷുഡ് ഫൈറ്റ്, ഞാൻ തന്നെ കണ്ടെത്തണം. അത് വേറെ ആരിലും. ചിലപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, ചില വ്യക്തികളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തും, ചില ആളുകളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തും. ആരിലും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നില്ല. യെസ്. വിഷമം ഉണ്ടാവുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റാണ്. അപ്പൊ ഓരോരുത്തരും ജീവിതം പഠിപ്പിച്ച് പാടുകളെ നമ്മൾ അതിൽ നിന്ന് അങ്ങോട്ട് അതിലെ ലെവലിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. കൂടുതൽ കെയർ നമ്മൾ ആർക്ക് കൊടുത്തുവോ അവരിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് നമുക്ക് വിഷമം നേരിടേണ്ടി വരുന്നത്. കറക്റ്റാണ്, കറക്റ്റാണ്. യെസ്. എപ്പോഴും ആ ഒരു വൈകാരികതയുടെ അപ്പുറത്തേക്ക് പോകണ്ട. യെസ് റിനു, കറക്റ്റ് കറക്റ്റ്. റിനു അത് വേറൊരു രീതിയിൽ പറഞ്ഞത് മാത്രം. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊക്കെ ഓരോ ജീവിതാനുഭവങ്ങളിലൂടെ വന്നവരാണ്. അപ്പൊ നേരത്തെ നമ്മുടെ ശിവപ്രിയ പറഞ്ഞ പോലെ എനിക്ക് ജീവിതത്തിൽ പെസിമിസമാണെന്ന് പറഞ്ഞ പോലെ ഓപ്റ്റിമിസ്റ്റ്, നിങ്ങളൊക്കെ പ്രശ്നമാണ്. യെസ്, നിങ്ങളൊക്കെ തീയിൽ മുളച്ച ആൾക്കാരാണ്. വെയിലേറ്റ് നിങ്ങൾ പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? രക്ഷപ്പെടും, പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിനുള്ള ധൈര്യമൊക്കെ നിങ്ങൾക്കുണ്ട്. യെസ്. അപ്പോ ഗ്രീഷ്മ, ഗ്രീഷ്മ സർ, പറഞ്ഞോളൂ. സുഷ പറഞ്ഞിട്ടുണ്ടായില്ല, പറഞ്ഞോളൂ. I don't have brother. Yes, okay. I don't have four-wheeler license. I don't have four-wheeler license. ആരും പറയാത്തതാണ്. Okay. I don't have courage in solo trip. ആരും പറയാത്തതാണ്. ഒറ്റയ്ക്ക് യാത്ര പോകാനായിട്ടുള്ള ധൈര്യമില്ല. Yes, very good. I don't have new dress. I don't have new dress. I don't have iPhone. I don't have iPhone. I don't have free time. I don't have free time. Okay, very good. നേരത്തെ പറഞ്ഞതാണ്, എന്നാലും കറക്റ്റ് വേറൊരു മോഡൽ വന്നു. I don't have work experience. I don't have work experience. Correct. Okay, കഴിഞ്ഞു sir. Very good, very good, very good, very good. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സുഷ പറഞ്ഞു I don't have the courage for solo traveling. അപ്പൊ അങ്ങനെ ഒരു സോളോ ആയിട്ട് സുഷയ്ക്ക് പോകണമെന്ന് തോന്നിയ സുഷയുടെ ഡെസ്റ്റിനേഷൻ ഏതാണ്? അയ്യോ സർ. Yes, very good, very good, very good. Okay, 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 Susha, very good. Grishma. Yes, Grishma ഒരു വിചാരിക്കാം. സോണിയ. Yes, sir. യെസ്, കഴിഞ്ഞ പ്രാവശ്യം സോണിയെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഞാൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. യെസ്, പറഞ്ഞോളൂ സോണി. I don't have proper life routine. I don't have proper Life routine. life route. Oh, yes. വേറെ ലെവലാണല്ലോ എല്ലാവരും. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്.
I ജീവിതത്തെ don't കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലേ സോണിയ? വെരി ഗുഡ്. I don't have to say no to anybody. യെസ്. I don't have the courage to say no to anybody. യെസ്. നോ എന്ന് ഞാൻ ആരോടും പറയാറില്ല നമ്മുടെ ജീവിതത്തിലെ. ശരി, സോണിയ പറയാറില്ല. ചില സ്ഥലത്ത് ഒന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോന്ന് പറയണം. കാരണം അത് പറഞ്ഞില്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാം, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചില സ്ഥലത്ത് അത് നമ്മൾ കുട്ടികളോട് പറയണം, മക്കളോട് നോ എന്ന് പറയുന്ന സ്ഥലത്ത് നോന്നൊക്കെ പറയാം. അപ്പൊ ആ ഒരൊറ്റ നോയില് തീരും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഈ നോ എന്ന് പറയാത്തതുകൊണ്ട് പഠിച്ചു വെച്ച കുട്ടികൾ വന്നിട്ടില്ല. യെസ്. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല അന്നതേ നോ എന്ന് പറഞ്ഞാൽ മതി, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല തോന്നിട്ടില്ലേ? ഓക്കെ, സോണിയ പറഞ്ഞോ. പൊതുവായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. I don't have to watch my last record class. യെസ്. ഓക്കെ ശരിയാ. യെസ്. Then I don't have to proper plan for life. യെസ്. കുറച്ചുപേരായില്ല പ്രോപ്പർ പ്ലാൻ ഇല്ലാത്ത ആൾക്കാർ. വെരി ഗുഡ്. I don't have a financial independence. യെസ്. I don't have financial independence. ആരും പറയാത്തൊരു കാഴ്ചയുണ്ട്, സാമ്പത്തികമായിട്ട് ഞാനൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. യെസ്. ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡന്റ് ആണ്, വേറെ ആളുകളെ ആശ്രയിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. I don't have enough time to do work. യെസ്. സമയക്കുറവുണ്ട്. വെരി ഗുഡ്. I don't have a new house. യെസ്. I don't have a new house. വെരി ഗുഡ്. കഴിഞ്ഞു സർ. വെരി ഗുഡ്. പേടിക്കണ്ടേ സോണിയ, ജീവിതം സോണിയുടെ മുന്നിൽ എന്താ പറയാ സ്വപ്ന തുല്യമായ അവസരങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. യെസ്. ഓക്കെ. ഹണി സഞ്ജി. ഹണി. ഗ്രീഷ്മ പറഞ്ഞോളൂ ഗ്രീഷ്മ. I don't have enough time to be with my mother. Yes, very good. I don't have a car. Yes, okay. I don't wake up late. Yes, I don't wake up late. I don't speak English well. Yes. Okay. I don't have courage to speak English well. ധൈര്യമില്ല. ഓക്കെ. I don't have baby girl. Yes. നേരത്തെ ബേബി ബോയ് വന്നു, ഇവിടുത്തെ ബേബി ഗേൾ. ഓക്കെ. I don't have job. I don't have a job. Okay, Amira. I don't have any questions. And you don't have any questions to ask. ചോദിക്കാൻ എൻ്റെ കയ്യിൽ ചോദ്യങ്ങളൊന്നുമില്ല. Very good. I don't have any free time today. Yes, I don't have any free time today. Very good. I don't have computer. I don't have a computer. I don't have enough time. Yes, I don't have enough time today. I don't have a brother. Yes, അത് നേരത്തെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഓക്കെ. നേരത്തെ ഒരു സ്വീറ്റ് ബ്രദർ വന്നു. ഓക്കെ. I don't have a brother. Then I don't have any money. Yes. Enough money. ഇനിയും മണി എന്നുള്ളത് ഞാൻ ഇനഫ് ആക്കിയിട്ടുണ്ട്. Enough money. Okay, sir. I don't have a car. Okay. I don't have a pet. Yes. Okay. I don't like spicy food. Yes. Okay. I don't like spicy food. Yes. Okay. I don't watch TV every day. I don't have the time to watch TV every day. ഞാനും മാറ്റിയിട്ടുണ്ട്. ഓക്കെ. That's us. ഓക്കെ ഗ്രീഷ്മ. വെരി ഗുഡ്. നേരത്തെ ഞാൻ ഗ്രീഷ്മയെ വിളിച്ചാണ്. അപ്പൊ നേരത്തെ ഗ്രീഷ്മ പിന്നെ ഇവിടെ നിന്നൊക്കെയോ ഓടി എത്തി. വെരി ഗുഡ്. ഓക്കെ. നമ്മുടെ അമീർ വന്നിട്ടുണ്ട്. യെസ്. ഓക്കെ, അമീർ പറഞ്ഞോളൂ. അമീർ. ഓക്കെ സാർ. Sir, I don't have any enough problems to point out. That is my point. നല്ല കാര്യമല്ലേ,
എനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് വന്നിട്ടില്ല. ഓക്കെ, കണ്ടിന്യൂ. Like what I'm trying to say is to see something here. I have only one thing I don't have is to point out. Yes, okay. ഞാൻ കഴിഞ്ഞു നോക്കട്ടെ. അമീർ, യു ആർ നോട്ട് മാരീഡ് അല്ലേ? Yeah. യെസ്. പിന്നെ പ്രോബ്ലംസ് ഒന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല അല്ലേ? കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിക്കും, ബാക്കി പ്രോബ്ലംസ് വന്നോളൂ. ഈ ക്രിസ്റ്റഫർ കൊളംബസ് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്ക് അമേരിക്ക കണ്ടുപിടിക്കാൻ പറ്റിയത്. അതല്ലാതെ തന്നെ ക്രിസ്റ്റഫർ കൊളംബസ് പോകുന്നത് ഭാര്യ സമ്മതിക്കും, അവിടെ പോയിരുന്നു ഞാനും വരുന്നുണ്ട് എനിക്കൊരു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ അമീറെ, കണ്ടിന്യൂ. So I don't have enough courage. Very good, very good. So I think that is the only problem. I mean, that's the only thing that I don't have. Yes. Most of the things that my online classmates says I do have. Like most of all, I am. I look forward to not complain, or I would not say I don't have this. Like I don't want to say I don't have this. I want to say that why do I don't have this? Because I don't have enough courage to do. Yes. To act. Yes. That's my only point. Yes. Okay. Okay. മനസ്സിലായി. Okay. 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 Continue. That's all I can say. Well, I don't have any friends. Yes. That's it. Okay. Okay. Very good. Very good. അപ്പൊ അമീർ ആദ്യം പറഞ്ഞു വെച്ചത് ഐ ഡോണ്ട് ഹാവ് എന്ന് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഐ ഡോണ്ട് ഹാവ് എന്ന് നാം പറയേണ്ടി വരുന്നത് നമ്മൾ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയേണ്ടി വരുമായിരുന്നില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ആ പറയാനായിട്ടുള്ള ആ ഒരു കഴിവിനെ ഒന്ന് ജസ്റ്റ് അവിടേക്കോ മറിഞ്ഞു കിടക്കുന്നതിനെ ഒന്ന് ധൈര്യത്തിലെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ് ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് ഇൻ ദിസ് ക്ലാസ്. പറയൂ സാർ. എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചിരുന്നു എന്തായിരുന്നു ഡെസ്റ്റിനേഷൻ. എൻ്റെ പേര് സുഷ. പറഞ്ഞോളൂ സുഷ. എനിക്ക് അന്നപ്പം പറയാൻ പറ്റിയില്ല, ഇവിടെ ആളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ ഒരു എക്സ് ഗൾഫ് ആയിരുന്നു. എനിക്ക് ആ ചെറിയ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഗൾഫിൽ അച്ഛൻ്റെ ഗൾഫ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹസ്ബൻഡും ഗൾഫിലാണ്, ഒരുപാട് തവണ പോവാൻ ഒരുങ്ങിയതാണ്, ഇതുവരെ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ഗൾഫിൽ പോവാൻ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആരെങ്കിലും വിളിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ അല്ല, ഞാൻ അറബ് രാജ്യത്താരെന്ന് പറയാനായിട്ട് ഇടവരും. ഡോണ്ട് വറി ശുഷ. യെസ്, ഓക്കെ, ശുഷയുടെ സ്വപ്നം നടക്കട്ടെ. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ, സി. Okay. Thank you, sir. Okay.